വീട്ടിലിരുന്ന് കളിച്ച് മടുത്തിട്ട് ഇവരെങ്ങോട്ടെങ്കിലും പോവാന്ന് ചോദിച്ചപ്പം ജസ്റ്റ് പാർക്കിക്ക് എടുത്തിട്ടതാണ് കേട്ടോ. സൂച്ചാന്നാ ഞാനും കേട്ടത്, പൂച്ചാന്നാ വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ഷോക്ക് അടിപ്പിക്കാൻ ഇറങ്ങി വന്നതാ. ഇപ്പൊ ഇവിടെ കുട്ടികളില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇനി കുട്ടികളെ കൊണ്ട് നിറയും കേട്ടോ. ഇപ്പം ഇവിടെ സമയം 5 മണി ആയിട്ടില്ല, 4:47. ചെറിയൊരു ചൂടുണ്ട് കാലാവസ്ഥ, അതാണ് തിരക്കില്ലാത്തത്. കളിച്ചോ കളിച്ചോ, ഷോക്ക് അടിപ്പിക്കാനാവും എൻ്റെ ഉദ്ദേശം. പൊട്ടൂസ് അതിനൊരു കാര്യമുണ്ട്, അക്കു ചെരുപ്പിടാതെ അങ്ങനെ പോയാൽ ഷോക്ക് അടിക്കില്ല. എന്തുകൊണ്ടാണ് ഈ സ്റ്റാറ്റിക് എനർജി ഉണ്ടാവണേ? നമ്മളെ മേലുള്ള ചാർജ് നമ്മളെ ഭൂമിയിലേക്ക് റിലീസ് ആവണില്ല നമ്മൾ ചപ്പലിട്ടുകൊണ്ട്. അതുകൊണ്ട് നീ വേറൊരാളെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളെ തൊടുമ്പോൾ അതിലേക്ക് ആ ചാർജ് മൂവ് ആവുകയാണ്. ഇപ്പൊ നീ ചെരുപ്പിടാതെ പോയി ഓടി കളിച്ച് വന്ന് തൊട്ടാ ചാർജ് ഷോക്ക് വരില്ല. ഓക്കെ, ആ എന്നാ നിന്റെ പരീക്ഷണല്ലേ, നീ ഓടി വാ നോക്കാം നമുക്ക്. ഇപ്പൊ ഷോക്ക് അടിച്ചോ? അത് ആയുവിന്റെ മേത്തുള്ള ചാർജ് നിന്റെ മേലിലേക്ക് വന്നതാണ്, അല്ല നിന്റെ ചാർജ് അല്ല അവിടെ പാസ്സായത്. മനസ്സിലായോ? ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈന്തപ്പന അങ്ങനെ എന്താ പറയാ കായായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് പഴുക്കുമ്പോഴേക്ക് ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. ഈ ഈന്തപ്പഴം പഴുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ചൂട് തന്നിരിക്കുന്നതെന്നാണ് പറയുക ഇവിടെ തമാശ പോലെ. പക്ഷെ ഇത് പഴുക്കണമെങ്കിൽ നല്ല ചൂടാവും വേണം. ഇതിപ്പോൾ എല്ലാം അങ്ങനെ കുഞ്ഞായിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു തമാശ പോലെ പറയും, ഇവിടുത്തെ ചൂട് ഭയങ്കര സഹിക്കാതെ ആകുമ്പോൾ തമാശയ്ക്ക് പോലെ കമൻസൊക്കെ വരാറുണ്ട്. ഇത്രയും ചൂട് തന്ന് ഇത് പഴുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങളിത് പഴുക്കാതെ തിന്നോളാം പടച്ചോനെ എന്ന് പറയുന്നൊരു, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പണ്ട് എവിടെയോ. കാരണം ഈ ചൂടുണ്ടെങ്കിൽ ഇത് പഴുക്കുള്ളൂ. എന്തിന്? ചെരുപ്പിടായിട്ടല്ലേ? നീ ചപ്പലിട്ട് പോ. ആ വീണതാ, സാരല്ല, നീ ചപ്പലിട്ട് പോ. ചപ്പലെവിടെ? ഇപ്പൊ എനിക്കുണ്ട്, ഊഞ്ഞാലാട്ടി തരട്ടെ? മിഷൻ ഫെയിൽഡ് അല്ലേ? ഞാൻ പറഞ്ഞപ്പോ കറക്റ്റ് ആയില്ലേ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ ആ ചാർജ് നീ ചപ്പലിട്ടെങ്കിലേ നിന്റെ മുകളിൽ ആ ചാർജ് നിൽക്കുള്ളൂ. എന്ന് പോടാ, എന്നോട് പറഞ്ഞു തന്നെ എന്നെ വേണം തല്ലാൻ. സ്കൂളിൽ പഠിക്കും കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് കയറ്റി കൊടുക്കൂ, ഒന്ന് കയറ്റി കൊടുക്കുവനെ. അങ്ങനെ മതി, ആയുവിന് ഇങ്ങനെ തന്നെ കയറ്റി തരാം. ഇത് വേറെ വെറൈറ്റി, ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നേ കണ്ടിട്ടുള്ളൂ, കായായിട്ടില്ല. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇവിടെ അവൈലബിൾ ആട്ടോ. ഇവിടെ ചെമ്പരത്തി നന്നായി പൂത്ത് നിൽക്കുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഇതിൽ പൂവില്ല, പക്ഷെ നമ്മളെ ചെമ്പരത്തിയാണ് ഈ കാണുന്നത്. ഇതാ നമ്മുടെ ഒരു ചെമ്പരത്തി കേട്ടോ. പക്ഷെ ഇവിടുത്തെ ചൂട് കാരണം തോന്നുന്നു ഇത് വേഗം കരിഞ്ഞു പോയി. ഇനി ഈ ക്ലൈമറ്റിൽ ഇത് ഉണ്ടാവും തോന്നുന്നില്ല, വേഗം നശിച്ചു പോയത് കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരുപാട് കാണുന്നൊരു പൂവാണ് കേട്ടോ ഇത്. നമ്മൾ അരളി എന്ന് പറയില്ലേ നാട്ടിൽ, അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. അരളി എന്നാണ് ഞങ്ങളൊക്കെ പറയുക. ഈ പൂക്കളൊക്കെ പിന്നെ കുറച്ച് ടൈമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ചൂടായി കഴിഞ്ഞാൽ ഇതൊക്കെ നശിച്ചു പോവും. ഇതിപ്പോൾ നല്ലൊരു തണുപ്പുന്ന ചൂടിലേക്ക് മാറുന്ന ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പൂത്ത് നിൽക്കുന്നത്. ഓരോ ചെടിക്കും ഇവിടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊന്നപ്പൂക്കളാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്, കൊന്ന പൂത്ത് നിൽക്കുന്നത്.
ഈ കൊന്നപ്പൂവിൽ തന്നെ വെറൈറ്റി ആണോ എന്നൊന്നും അറിയില്ല. ഇവിടെയുള്ള കൊന്ന ഒന്നുകൂടെ മഞ്ഞ നിറമുണ്ട്, ഇവിടെ ഒന്നുകൂടെ ലൈറ്റ് മഞ്ഞയാണ്. ചിലപ്പം വെയിലിൻ്റെ അനുസരിച്ചാണോ എന്നറിയില്ല, ഇനി വെറൈറ്റി ആണോ എന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ 3 കൊന്നമരമുണ്ട്. 3ലും വെറൈറ്റി പൂക്കളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം ഈ കൊന്ന ഒരുവിധം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ വലിയ കൊന്നപ്പൂക്കളായിട്ട് കാണുന്നു. തൊട്ടിപ്പുറത്തൊരു കൊന്നമരമുണ്ട്, പക്ഷേ അതിലെ പൂക്കൾ വളരെ ചെറുതാണ്. പിന്നെ ഇങ്ങേ അറ്റത്തൊരു കൊന്നമരമുണ്ട്. എൻ്റെ ദൈവമേ, എന്താ അതിൻ്റെ മഞ്ഞ നിറം എന്നാ! മറ്റ് കൊന്നപ്പൂവിനെയും കാറ്റി നല്ലൊരു മഞ്ഞ നിറമാണ് കേട്ടോ ഈ കൊന്നയ്ക്കുള്ളത്. ഈ കൊന്നയിൽ തന്നെ എന്തെങ്കിലും വെറൈറ്റി ആണോ അതോ ഇവിടെ കിട്ടുന്ന ക്ലൈമറ്റിൻ്റെ, ഇവിടെ കിട്ടുന്ന ചൂട് വെയിൽ കൊള്ളുന്നതിനനുസരിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ. നമ്മൾ നിലം മൊത്തം മഞ്ഞ നിറ കേട്ടോ. വല്ലാത്തൊരു ഫീൽ കേട്ടോ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ. ഈ പൂവിനൊരു വെറൈറ്റി ഉണ്ട്, ഷേപ്പിലൊക്കെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ശരിക്കുള്ള കൊന്നപ്പൂവിൻ്റെ പോലെയല്ല. പിന്നെ ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നത് കണ്ടതാട്ടോ ഇത് പിന്നെ നമ്മുടെ നാട്ടിലും കാണാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. പക്ഷേ ഇത് പൂത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു പോയി, പക്ഷേ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതിനുണ്ട്. ഇവിടെ ഈ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയതൊക്കെ നമ്മുടെ ചെമ്പരത്തിയാട്ടോ. ഇതൊക്കെ നമ്മുടെ ചെമ്പരത്തിയാണ്, സാധാ റെഡ് കളർ ചെമ്പരത്തി. ഇപ്പം ഷോക്ക് അടിച്ചു. പാടില്ല കേട്ടോ, സെക്യൂരിറ്റി ഓടിക്കും. അതിൽ കറണ്ടൊക്കെ ഉണ്ടാവും, ലൈനൊക്കെ ഉള്ളതാണ്, അതിൽ കളിക്കണ്ട കേട്ടോ. വെള്ളത്തിൽ കളിക്കരുതേ. വേറൊരു തരം നമ്മുടെ മഞ്ഞച്ചെമ്പരത്തി കണ്ടോ നാട്ടിലെ, പക്ഷേ പൂക്കളൊന്നും ആ ചൂടുള്ളതുകൊണ്ടാ തോന്നുന്നു ഒരു ഭംഗിയില്ല. പക്ഷെ തണുപ്പ് കാലത്ത് നല്ല പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇല്ല, ഈയമ്മ സൂക്ഷിച്ചോളാം. എന്നെക്കുറിച്ച് കൺസേൺ ഉള്ള ഒരാളാക്കോ. കണ്ടോ, ആയുവിനെ എന്നെക്കുറിച്ച് കെയറുള്ളൂ. ഇട്ട് വന്നപ്പോൾ രക്ഷിക്കോ വീണാൽ. ഇട്ട് വന്നപ്പോൾ നന്ദിയും ആയു ഒരേ കളർ ഡ്രസ്സായി കേട്ടോ. എല്ലാരും ഒരേ കളറാ. ആ വെള്ളത്തിൽ കളിക്കരുത്, സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട് കളിക്കരുത് വെള്ളത്തിൽ നിന്ന് കേട്ടോ. ഓക്കെ. അക്കു പഠിച്ച് വലിയ കുട്ടിയായിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അക്കുവിന്റെ ഫോൺ അങ്ങനെ മുക്കിക്കോട്ടോ. ഇയമ്മേന്റെ ഇയമ്മ തരൂലേ, അത് എനിക്കറിയില്ല. ദാറ്റ്സ് യുവർ ചോയ്സ്. കാരണം ഓരോ ചെടീനെയും പരിപാലിക്കാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കഷ്ടപ്പെട്ടാണ് അവർ ഈ ചെടീനെ പരിപാലിച്ച് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. രണ്ടിൻ്റെ ഇലയൊക്കെ വ്യത്യാസമല്ലേ. നന്ദ ചെരുപ്പിടാതെ എൻജോയ് ചെയ്ത് നടക്കുക കേട്ടോ. വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഒന്ന് ചോന്നിട്ടുണ്ട്. വെള്ളത്തിൽ കളിക്കരുത് പറഞ്ഞു ഞാൻ നിങ്ങളോട്. സെക്യൂരിറ്റി വരും. അയ്യോ നോക്കി, എത്രയോ ദിവസം മുമ്പൊക്കെ എത്ര വെള്ളമാണ്. അതുമല്ല അതിൽ ഷോക്ക് ഉണ്ടാവും ചിലപ്പം. കൈയിടരുത്, ഞാൻ ചിരിച്ചു കൊണ്ടുപോകും പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ. സ്വിമ്മിംഗ് പൂൾ അല്ല അത്, കുടിക്കണ വാട്ടർ അല്ല. കുടിക്കണ വാട്ടർ വേണോ? വെള്ളം ഉണ്ട്, അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം വേണോ? അത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കും. നമ്മുടെ തെങ്ങിൽ തന്നെ വെറൈറ്റി ഇല്ലേ, അതുപോലെ ഡേറ്റ്സിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ടല്ലോ. ഇത് പഴുത്ത കുറേയൊക്കെ കൊഴിഞ്ഞു പോവും. ഒന്നുകൂടെ ചെറിയ ചെറിയ കൊലകളാണിതിൽ. അക്കുന് തല കറങ്ങണ പോലെന്ന്. പഴം മതിയാ? പഴം മതിയാ? പഴം തരട്ടെ? അത് മതിയോ? എടുത്തോ.
തലകറക്കൊന്നുമില്ല. തലകറക്കുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. എന്നാൽ അവൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. ഇത് നമ്മുടെ സൺഫ്ലവർ സീഡ് പൊളിച്ചത് ഇങ്ങനെ കിട്ടുന്നതാട്ടോ. പക്ഷേ മറ്റേതാണ് ടേസ്റ്റേ. അത് ഓരോന്നും വായിലിട്ട് പൊളിച്ച് തിന്നുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇങ്ങനെ തിന്നുമ്പോൾ രസമല്ല. ഭയങ്കര ഭംഗി തോന്നുക. നമ്മുടെ എന്തോ ആണെന്നുള്ളൊരു ഫീല് വരിക ആളിവിടെ കാണുമ്പോൾ. മുഖമൊക്കെ നോക്കട്ടെ, കാണട്ടെ. അന്തി ആയും അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവർക്ക് നമുക്ക് വേറെ എവിടെ പോയാലും റെസ്ട്രിക്ഷൻ ഉണ്ട്. പോലെ പറയും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ അങ്ങോട്ട് വിടാം. വെള്ളം ഓണായി, ഇനിയിപ്പോൾ അവിടെ തന്നെ ആവും. കോഴിയല്ല, അത് പ്രാവാണ്. പ്രാവ് ഒരു വീഴിലും വീഴൂല. കോഴി ഇങ്ങളെ പോലെയല്ല. പൂ പറിച്ച സെക്യൂരിറ്റി ഓടിക്കും. നോക്കട്ടെ, കാണട്ടെ. പറിച്ചോ നീയേ? ദാ സെക്യൂരിറ്റി ആയുധ പൂ പറിച്ചു. ദാ സെക്യൂരിറ്റി ഇപ്പൊ വരും എന്നെ പിടിക്കാന്. വരും. പറിക്കരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞാ കേൾക്കൂല അല്ലേ? എനിക്ക് മണക്കണ്ട. നല്ല പൂ ചെടിയിൽ നിൽക്കുമ്പോഴല്ലേ അതിന് ഭംഗിയുള്ളൂ. നിങ്ങൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോയില്ലേ? അങ്ങനെ പറിക്കാൻ പാടുവോ? അമ്മ അളകുന്നുണ്ട് കേട്ടോ മേലെ. അക്കുന് വയ്യ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൂപ്പൻ താടീനെ കണ്ടപ്പോൾ കുഴക്കം മാറിയുന്നു. സുവച്ചൻ്റെ കയ്യിലെ പൊതിയാണ് ഞങ്ങളുടെ ഏവരുടെയും ലക്ഷ്യം. വെള്ളമുണ്ട് വേറെ. എന്താ അത്? വേണ്ടോ? അക്കുവിന് വലിയ പിടുത്തല്ലാത്ത എന്തോ സാധനമാണ്. അക്കു വേഗം തിരിച്ചു തന്നു. എന്താ നോക്കട്ടെ. സുഭാഷേട്ടാ, അക്കു നോക്കിയിട്ട് തിരിച്ചു തന്നുണ്ടോ? ഇലയുടെയാണ് കേട്ടോ. അതാണ് അക്കു വേഗം തിരിച്ചു തന്നത്. ഓടി വാ, ഒരു സാധനം ഉണ്ട്, വാ വാ വാ. ഇവരെ റിയാക്ഷൻ കാണിച്ചു തരട്ടെ. ആർക്കും വലിയ പിടുത്തുണ്ടാവില്ല. ലേസോ വല്ലതും ആണെങ്കിൽ പോടി വന്നേനെ. ടാങ് ടടേ. വാവ്, ഇലയടാ. ആയുന് ഇഷ്ടല്ലേ? എന്നാ പിടി. നന്ദയ്ക്കൂതാ. എവിടാ? അത് മാത്രമേ ഉള്ളൂ. ബാ, അമ്മ തുറന്നുതരാ. അക്കുന് വേറെ രക്ഷയൊന്നും ഇല്ലാന്ന് കേട്ടപ്പോ അക്കു ഇലയുടെ തന്നെ എടുത്തിരിക്കുകയാണ്. മൊത്തം പൊളിക്കരുത്, കയ്യിൽ മണ്ണുണ്ടാവും. അത് ആവും. ഇങ്ങനെയാണ് കേട്ടോ. ഇല കളയരുത്, പോവരുത്. ആയോ ഇവിടെ വാ. ആയോ ഒരു ഗെയിം കളിക്കാം. തേനുണ്ട് അമ്മ പറയണം അല്ലേ? എങ്ങനെയാ അമ്മ പറയണ്ട? കൊണ്ടുത്താ പോരെ? തേനാവൂലട്ടോ അത്. പൂ പറിക്കാൻ പാടില്ല. അയ്യോ, ഇതൊക്കെ കാട്ട്. ഏത് തരം പൂവാന്ന് അറിയില്ല. ഇതിനൊന്നും തേൻ ഉണ്ട് എന്ന് പറഞ്ഞ് വയലാക്കല്ലേ. പൂവൊന്നും നമുക്ക് അറിയില്ല. ഇങ്ങനത്തെ പൂവാണ്, വിഷം ഉണ്ടോന്നൊന്നും അറിയില്ല. അങ്ങനെ കഴിക്കല്ലേ. അത് അവളി പോയി പിടിക്കും. ചെല്ല് 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 ചെല്ല്. ആയോ, സെക്യൂരിറ്റി അടിക്കുന്നു പറയും. പൂ പറിക്കല്ലേ. അങ്ങനെ സെക്യൂരിറ്റി പിടിച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റി പൂ പറിച്ചതിന് പിടിച്ചു എന്ന് തോന്നുന്നു. സെക്യൂരിറ്റി എന്തോ പറയുന്നത് കേട്ടു കേട്ടോ. ഇപ്പം റിയാക്ഷൻ കാണാം.
പറഞ്ഞാ കേൾക്കൂല. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ റിയാക്ഷൻ കേക്കാട്ടോ. സെക്യൂരിറ്റി ചീത്ത പറഞ്ഞോ? അയ്യേ, എന്ത് പറഞ്ഞു സെക്യൂരിറ്റി? സെക്യൂരിറ്റി എന്ത് പറഞ്ഞു? ആ, പൂ പറിക്കരുതെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് സെക്യൂരിറ്റി എന്ത് പറഞ്ഞു? അയ്യേ, പമ്മി പോയി, പമ്മി പോയേ, പമ്മി പോയേ. ദാ സെക്യൂരിറ്റി ഇതാക്കണ, ഇവിടെ ഒരാളുണ്ട്, പൂ പറിച്ച ഒരാളുണ്ട് ഇവിടെ. അതിലൊന്നും ഇടരുതേ. അക്കു എന്നെ തൊടരുത് കേട്ടോ. അതിന്റെ മേലൊക്കെ എന്തോ ഉണ്ട്. അക്കു തൊടരുതേ. അക്കൂനോ. പൂച്ചേനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല കേട്ടോ, കാരണം എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് തൊടണ്ടാ പറഞ്ഞത്. ചേട്ടൻ വഴക്ക് പറയട്ടോ, അങ്ങോട്ട് പോര്. ഇയമ്മ ഇറക്കി തരണോ? കേറ് അക്കു, നന്ദ കേറ്. സ്പീഡിൽ കറക്കാനോ? ഇത്രേ പറ്റുള്ളൂ, ഇത്രേ പറ്റുള്ളൂ കേട്ടോ. മതിയോ? കേട്ടോ, ഞങ്ങൾ പാർക്കിൽ വന്നപ്പോ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ കണ്ടതാ അല്ലേ? എന്താ മോന്റെ പേര്? നാസിയോ. മോളുടെ പേരെന്താ? എവിടെയാ പഠിക്കണേ? നാട്ടില്. എവിടെയാ നാട്ടില്? തൃശ്ശൂര്. ഇവിടെ വെക്കേഷൻ വന്നതാ? ആഹാ. അപ്പൊ നന്ദക്കുട്ടീനെ കണ്ടപ്പോ പിടികിട്ടിണ്ടാവും അല്ലേ? ആ, കസിൻസ് ഒക്കെ ഉണ്ട് ഇത്ര ഇവിടെ. ആ, ഇതാ കസിൻസ് ഒക്കെ. നന്ദ അങ്ങോട്ട് നോക്ക്, ആരൊക്കെയാ അവിടെ ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കണ നോക്ക്. കണ്ടോ? എല്ലാരോടും പറ നമുക്ക് കളിക്കാ പറ, ഒന്നിച്ച് കളിക്കാ പറയും. ആ, ഒന്നിച്ച് കളിക്കാ. മോളെ എത്രയിലാ പഠിക്കണേ? 6th. ചേച്ചിമാരൊക്കെ നന്ദനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ആയുനെയും കണ്ടിട്ടുണ്ട്. ആ, അതാ നിങ്ങൾക്കറിയാം. പഴം തരട്ടെ? പഴം കഴിക്കോ? എനിക്ക് എന്നിട്ട് നിങ്ങളിപ്പോ വന്നിട്ടുള്ളൂ? ആ, എന്നാ ശരി, കളിച്ചോളൂ. ഞങ്ങളിപ്പോ പോട്ടോ. ടാറ്റാ. ഇതാ പഴം അങ്ങനെയല്ലേ, പൊളിക്കാതില്ല, ഇങ്ങനെ ഇങ്ങനെ കൊടുക്ക്. ഇങ്ങനെ പഴം കഴിക്ക്. കഴിക്ക്. ബാ, അങ്ങനെ പറയല്ലേ. എന്നാ പഴല്ലേ, എന്നാ കഴിക്ക്. എന്നാ കഴിക്ക്. ഇത് ഇല്ല, നീ കഴിക്ക്. നീ കഴിച്ചേ പറ്റൂ. നല്ലൊരു സ്നേഹത്തോടൊരു സാധനം തരുമ്പോ വാങ്ങിക്കണം. എന്നാ അവള് കഴിക്കൂല, വാശി പിടിച്ചു, അതുകൊണ്ടാണ് അവള് കേട്ടോ. ബൈ ബൈ. നന്ദക്കുട്ടി, ഈ ബലൂണ് പൊട്ടിക്കണ കണ്ടിട്ടേ ഇവർക്ക് പേടിയുണ്ട്. ആ കുട്ടി, ബലൂൺ ഇഷ്ടണ്ടോ? ബലൂൺ ഇഷ്ടണ്ടോ? ഒരു ഹായ് തരുമോ? എനിക്ക് തരുമോ? ആ, കമന്റ് തരണേ. ആ, ഒരു ഹായ് തരും. ഓ, ആ കുട്ടിക്ക് ഒരു ഹായ് തരുമോ? പഴം വേണോ ചോദിച്ചു നോക്കടാ. എന്താ വാവച്ചുവിന്റെ പേരെന്താ? പേരെന്താ പൊന്നു? പേര് പറയണമെന്നല്ല. എത്ര വയസ്സായി വാവയ്ക്ക്? പൂവല്ലേ നമുക്ക്? ആ, ഇനിയും കളിക്കാൻ വരാം. ഞങ്ങൾ പോട്ടെ എന്നാല്. ആ, സാരില്ല, എണീച്ചോ. ഒക്കെ സാരില്ല. വെള്ളത്തിൽ കൈയിടണ്ട കേട്ടോ. ടാറ്റാ. ടാറ്റാ. ആ, എന്താ? അയ്യോ, ചേട്ടന്മാര് വെള്ളത്തിൽ കളിക്കുക അല്ലേ? ബാ, പോവാ. ഞങ്ങൾ പോട്ടെ. ടാറ്റാ. ബൈ.
ബാ നന്ദ വായു ടാറ്റ പറഞ്ഞിട്ട് പോരെ. ശരി കേട്ടോ. ഓക്കെ ബൈ. വാ ആ നന്ദപ്പ എത്രാമത്തെ വട്ടാ വീഴണേ? എനിക്ക് വാ 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 നടക്ക്. അതുകൊണ്ടാ അല്ലേ നിലത്തിന്റെ കുഴപ്പമാണെന്ന് വീണത്. പോവാം. എന്തു വിധി ഇത്. അയ്യോ ചവിട്ടണ എന്റെ ചെരുപ്പ്. ചെരുപ്പ് തട്ടിയിട്ടു എന്റെ കുട്ടീന്റെ. ആയു ആയു അമ്മേന്റെ കുട്ടീന്റെ ചെരുപ്പ് എടുത്തു തന്നു. കണ്ട ആയുവിന് നല്ല തട്ടണ്ട പോന്നു. തട്ടണ്ട തട്ടണ്ട ഇവിടുത്ത തട്ടണ്ട കൈ തന്നാ മതി കേട്ടോ. താങ്ക് യു. ഞാനാണോ വലിച്ചത്? അയ്യോ എന്ത് വാങ്ങിക്കണ്ടേ? എന്താ ഇജ്ജ് മിണ്ടാത്തോണ്ടല്ലേ? ഇജ്ജ് മിണ്ടൂല നീയല്ലേ പറഞ്ഞത്? ഓരാണ് വീട്ടിലാക്കൂല. ഇജ്ജ് മിണ്ടൂല എന്നോട് പറഞ്ഞിട്ടല്ലേ? എന്നാ മിണ്ടെന്ന് പറഞ്ഞ അപ്പൊ എനക്കും വാങ്ങി തരും. ആണോ? ഒന്നൊരുമ്മ ഉണ്ടാ മിണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉമ്മയാണ് വേണ്ടത്. എന്തിനാ എന്റെ ചെരുപ്പ് വലിച്ചെറിഞ്ഞു വെച്ചോക്ക്? പെപ്പ ഇജ്ജല്ലേ വലിച്ചെറിഞ്ഞത്? ഞാനാണോ വലിച്ചെറിഞ്ഞത്? ഞാൻ റോട്ടിൽ ഒരു പെപ്പ കണ്ടത് തട്ടിക്കളഞ്ഞു. അത്രേ ചെയ്തിട്ടുള്ളൂ. നീ നന്ദ കരുതി നീ അത് ആഘോഷിച്ചതാണെന്ന് തട്ടിയിട്ടിട്ട് കേട്ടോ. അറിയാതെ ചെയ്താന്ന് ഇപ്പഴല്ലേ മനസ്സിലായത് അല്ലേ? കുറച്ച് വാക്കുകൾ അറിയാൻ വേണ്ടിട്ട് എവിടെയും കൊണ്ട് പ്രയോഗിക്കാം. അതാണ് ആഘോഷിച്ചതാണെന്ന് എവിടെ ഇട്ടതാണ് അവലെ. എവിടെന്നൊക്കെയോ കുറച്ച് വാക്കുകൾ അറിയാം. അപ്പൊ അതേപോലത്തെ കട്ടിയുള്ള വാക്ക് എവിടെയെങ്കിലും ഒക്കെ കേട്ടിടും. നല്ല വിതുരിപ്പിച്ച പടികൾ, നല്ല വിതുരിപ്പിച്ച സ്റ്റെപ്പുകൾ. നല്ലൊരു ആയു ആണോ പഠിപ്പിച്ചു കൊടുക്കുന്ന ഡൗട്ട് ഉണ്ട് ഇങ്ങനത്തെ വാക്കുകളൊക്കെ. ആയു 2 ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ആയുന് സ്കൂളിൽ പോകാൻ നേരത്ത് ഭയങ്കര പനിയാണ്. അല്ലല്ലോ അവൻ അല്ലെങ്കിലേ വയ്യ, അവന് ചുമയൊക്കെ ആയോണ്ടാ പോവാത്ത. കുട്ടീനൊപ്പം കളിക്കാൻ പോയിട്ടൊരു പനിയില്ല. അത് കളിക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ അല്ലേ? നമ്മൾ മറക്കും എല്ലാം. ഞാൻ ഈ കളിക്കുന്ന വീഡിയോ കൊണ്ട് സ്കൂളിലെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാം. ആണല്ലേ? പറഞ്ഞു കേട്ടോ, അയച്ചു കൊടുക്കണ്ട പടച്ചോനെ. അന്നേം പിടിക്കും ടീച്ചറെ. ഇതിപ്പോ കളിക്കണ എന്തിനാ ചോദിച്ചിട്ടാണ്. എന്ത് പറ്റൂല? വേണ്ട വലിയ കുട്ടിയല്ല കുജി. ഇതൊക്കെ തിന്നാൻ പാടുണ്ടോ? നീ പനിയല്ലേ നിനക്ക്? ഒരു ഭാഗ്യമില്ലാത്ത ചെക്കനാട്ടോ. സ്കൂൾ അവധിയുള്ള ദിവസം തന്നെ പനി പിടിച്ചു. നാളെ മറ്റന്നാ ജ്യൂസ് അടക്കൊള്ളുന്നല്ലോ. കപ്പുള്ള പിടിയുള്ള ഗ്ലാസ് വേണമെന്ന്. ആ എന്നാ പിടിയുള്ള ഗ്ലാസ് ഇല്ല, ഞാൻ കുടിച്ചോളാം. ദാ പിടിയുള്ള ഗ്ലാസ്. ഈ ഇപ്പൊ തന്നെ പൊട്ടിച്ചില്ലെങ്കിൽ ഇവരൊക്കെ തിന്നു കഴിഞ്ഞിട്ട് അവസാനം അന്റേന്ന് എല്ലാരും ചോദിക്കും. അപ്പൊ അനക്കൊന്നും കിട്ടൂല. എല്ലാരും തിന്നുമ്പോ പൊട്ടിച്ച് തിന്നാൽ ഈ രക്ഷപ്പെടും, അല്ലെങ്കിൽ എല്ലാരും അന്റേന്ന് തിന്നും. ആ അക്കുന് പനിയായിട്ടോ.
എല്ലാവർക്കും വയ്യ. എല്ലാവരും ഇവിടെ ക്ലൈമറ്റ് കൊണ്ട് നന്ദൊന്നും ഓക്കെ ആയി. ആയുവിനും വയ്യ, അക്കുനും വയ്യ. ജുമാമിന് പനിയായിരുന്നു, ഇത് പക്കുവിന് പനി. വേഗം കുടിച്ചോ. അക്കുവിന് പനി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി പാർക്കിൽ തന്നെ ഒരു അനക്കല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ പാർക്കിലെത്തിക്കഴിഞ്ഞാൽ അക്കു അടങ്ങിയിരിക്കൂല.